തിരിച്ച് വീട്ടിലേക്ക് പോകണമോ എന്ന് പോലും ചിന്തിച്ച യാത്രകളായിരുന്നു അക്കാലത്തെ എന്റേത്. പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ അവസ്ഥയിൽ അവസാനത്തെ അടിയാണ് ഏഷ്യാനെറ്റിൽ നിന്ന്. പരിപാടി കൊള്ളാം, പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ പരിപാടിക്ക് പൈസയൊന്നും തരാൻ നിർവാഹമില്ല. ഒരു വിദേശത്ത് സഞ്ചാരം എന്ന ഒരു സ്വപ്നം ചിത്രീകരിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ആ വേണ്ട ക്രൂ ലിസ്റ്റ് എടുത്തു. എന്നിട്ട് ഓരോന്നായി ആ പേരുകൾ വെട്ടിത്തുടങ്ങി. കാരണം ഞാൻ നല്ലൊരു ഡ്രൈവറാണ്, അതുകൊണ്ട് തന്നെ ഡ്രൈവർ വേണ്ട എന്ന് തീരുമാനിച്ചു. ഞാൻ ഈ ക്യാമറയുടെ ട്രൈപോഡും ക്യാമറ യൂണിറ്റും എല്ലാം ചുമക്കാൻ പ്രാപ്തനായ ആരോഗ്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ അസിസ്റ്റന്റുമാരെ എല്ലാം പേര് വെട്ടി. ക്യാമറ ഭംഗിയായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ആത്മവിശ്വാസം എനിക്ക് ആർജിച്ച് കഴിഞ്ഞിരുന്നതുകൊണ്ട് ക്യാമറാമാനും വേണ്ടെന്ന് വെച്ചു. സംവിധായകനായി മറ്റൊരാളെ ആവശ്യമില്ല എന്ന് തീരുമാനിച്ചു. സംവിധായകന് സ്വയം വസ്ത്രമെടുക്കാനും അലക്കാനും ഉടുക്കാനും കഴിയുന്നതുകൊണ്ട് അസിസ്റ്റന്റുമാരും വേണ്ട എന്ന് വെച്ചു. തിരക്കഥ എഴുതാനും അതിനാശയം പറഞ്ഞു കൊടുക്കാനും എനിക്ക് കഴിയുമെന്ന് എനിക്ക് ബോധ്യം വന്നതുകൊണ്ട് തിരക്കഥാകൃത്തും വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും ഈ ക്യാമറയുമായി 1997 ഒക്ടോബർ 24 നേപ്പാളിലേക്ക് കൊച്ചിയിലെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇപ്പോൾ ഏറ്റവും അവസാനം ഉക്രൈൻ എന്ന രാജ്യത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ഇടയുള്ള ചെർണോബിൽ എന്ന ആണവ ദുരന്തത്തിന്റെ ഭീകരമായ കഥ പറയുന്ന ആ ആണവ നിലയത്തിൽ വരെ പോയി ചിത്രീകരിച്ച് ഞാൻ മടങ്ങിയെത്തിയിട്ട് 2 ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഇപ്പൊ എന്നെ അളന്നു നോക്കിയാൽ കുറച്ച് റേഡിയേഷൻ എന്റെ ശരീരത്തിലുണ്ട്. ഇവിടെയൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന കാര്യം, സഞ്ചാരത്തിലൂടെ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ തൊഴിലിലൂടെ ഞാൻ നേടിയത് ഒരു പൈസ പോലും മിച്ചം നേടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നുകയല്ല, ഇല്ല, അതാണ് സത്യം. ഞാൻ ഈ സഞ്ചാരം ഉണ്ടാക്കി നേപ്പാളിലേക്ക് പോയി, പിന്നീട് മാൽദീവ്സിലേക്ക് പോയി, അതിനുശേഷം കിഴക്കനേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, മലേഷ്യ ഒക്കെ പോയി. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഓരോ യാത്രയും കഴിഞ്ഞ് വരുമ്പോൾ ആ പരിപാടിയെ എഡിറ്റ് ചെയ്ത് ഒരു ട്രാവൽ പരിപാടിയാക്കി ദൂരദർശനിൽ ഞാൻ എത്തിക്കും, ഏഷ്യാനെറ്റിലെത്തിക്കും. ആ സമയമായപ്പോഴേക്കും കൈരളി TV ആരംഭിച്ചിരുന്നു, അവിടെ എത്തിക്കും. ഈ കാസറ്റുകൾ അവരുടെ ലൈബ്രറികളുണ്ട്. പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സിനോട് കാര്യങ്ങൾ പറയും. അവര് അല്പം നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിക്കും, ഇതൊരു ഡോക്യുമെന്ററി സ്വഭാവമുള്ളതല്ലേ? അതെ, ഡോക്യുമെന്ററികളൊക്കെ ഇതാരും കാണുമോ ആളുകൾ? നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ 97 മുതൽ 2001 വരെ ഈ 3 ചാനലുകളുടെയും ലൈബ്രറിയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ സഞ്ചാരം ഇരുന്ന ഒരു കാലവും ഉണ്ട്. പിന്നീട് ഏഷ്യാനെറ്റിൽ അത്തരം പരിപാടികൾ സംപ്രേഷണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരു പ്രോഗ്രാം ചുമതലക്കാരൻ, അദ്ദേഹം ഇപ്പോഴും അവിടെയുണ്ട്, ഇപ്പൊ അദ്ദേഹം ജനറൽ മാനേജറാണ് അവിടുത്തെ. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സന്തോഷ്, ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ സംപ്രേഷണം ചെയ്യാം, ഒന്ന് ഇവിടം വരെ വരൂ. ഞാൻ ചെന്നു. അദ്ദേഹം അന്നത്തെ MD, ഇന്നത്തെയും MD അദ്ദേഹമാണ്, മാധവൻ. അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, സന്തോഷ്, ഈ പരിപാടി കൊള്ളാം, ഇത് നല്ല പരിപാടി, ഇപ്പോഴാണ് ഞങ്ങൾ ഇത് കണ്ടത്, ശരിക്കും ഇതുവരെ കണ്ടിരുന്നില്ല, ഈ 4 വർഷത്തിനിടയ്ക്ക് അത് കണ്ടിരുന്നില്ല എന്ന സത്യം അദ്ദേഹം അപ്പോഴാണ് പറയുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രതിഫലമൊന്നും നൽകാൻ നിർവാഹമില്ല. ഞാൻ ചോദിച്ചു, എത്ര കിട്ടും? അദ്ദേഹം വീണ്ടും MDയുടെ അടുത്ത് പോയി തിരിച്ചു വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഈ പരിപാടിക്ക് ഒരു പൈസയും പ്രതിഫലം തരാൻ നിർവാഹമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സംപ്രേഷണം ചെയ്തു തരാൻ ഞങ്ങൾ. അപ്പോഴേക്കും നിങ്ങൾക്കറിയാം, ഏതാനും വർഷങ്ങൾ ടെലിവിഷൻ എന്ന സ്വപ്നം മനസ്സിൽ താലോലിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇയാൾ ഇതാ ടെലിവിഷനിൽ എന്തോ ആകാൻ പോകുന്നു എന്ന പ്രതീക്ഷയോടെയും പരിഹാസത്തോടെയും നോക്കി നിൽക്കുന്ന ഒരു കാലം. സഞ്ചാരം എന്നൊരു സ്വപ്നവുമായിട്ട് യാത്രകൾ തുടങ്ങിയിട്ട് വർഷം 5 ആകാൻ പോകുന്നു. അതിൽ ആദ്യ എപ്പിസോഡുകൾ ചിത്രീകരിച്ച് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ 4 വർഷമായി. ഈ 4 വർഷം കൊണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വീഡിയോ കാസറ്റുകളായി ഇത് കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും സംപ്രേഷണം തുടങ്ങിയിട്ടില്ല. അക്കാലത്ത് എനിക്ക് എന്റെ ബന്ധു വീട്ടുകളിലേക്ക് പോകാൻ മടിയായിരുന്നു, ഭയമായിരുന്നു, ഇവരെങ്ങാനും ഇതിനെക്കുറിച്ച് ചോദിച്ചെങ്കിലോ എന്ന്. എനിക്ക് എന്റെ ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ മുഖത്ത് നോക്കാൻ ലജ്ജയായിരുന്നു. കാരണം 5 വർഷമായി സഞ്ചിയും തൂക്കി നടക്കുന്ന ഒരുത്തനെ, ലോകം സഞ്ചരിച്ച, ലോകം കാണാൻ ഇറങ്ങിയ, നാട്ടുകാരെ ലോകം കാണിക്കാൻ ഇറങ്ങിയ ഒരുവനെ എങ്ങനെയാണ് നമ്മുടെ നാട്ടുകാരന്ന് കണ്ടിരുന്നതെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തിരിച്ച് വീട്ടിലേക്ക് പോകണമോ എന്ന് പോലും ചിന്തിച്ച യാത്രകളായിരുന്നു അക്കാലത്തെ എന്റെ. പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ അവസ്ഥയിൽ അവസാനത്തെ അടിയാണ് ഏഷ്യാനെറ്റിൽ നിന്ന്.
പരിപാടി കൊള്ളാം, പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ പരിപാടിക്ക് പൈസയൊന്നും തരാൻ നിർവാഹമില്ല. ഞാൻ അവിടെ ഒരു 2 മിനിറ്റ് സമയം തരാൻ പറഞ്ഞു എനിക്ക്. ഞാൻ അവിടെ ഒരു കസേരയിൽ മാറിയിരുന്ന് ചിന്തിച്ചു, ഇതിന് പൈസ വേണം എന്ന് ഞാൻ വാശി പിടിച്ചാൽ ഏഷ്യാനെറ്റ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യില്ല. പൈസ വേണ്ട എന്ന് ഞാൻ സമ്മതിച്ചാൽ ചിലപ്പോൾ അടുത്ത ആഴ്ച മുതൽ സംപ്രേഷണം ആരംഭിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ നാട്ടിലേക്ക് ചെന്നിറങ്ങണമെങ്കിൽ ഏഷ്യാനെറ്റിൽ ഈ പരിപാടി സംപ്രേഷണം ചെയ്തേ പറ്റൂ. ഒരു എപ്പിസോഡെങ്കിലും ടെലിവിഷനിൽ വന്നാൽ എനിക്ക് എന്റെ വീട്ടിലേക്ക് ധൈര്യപൂർവ്വം കയറി ചെല്ലാം. അപ്പോഴേക്ക് ഞാൻ വിവാഹം കഴിച്ചിരുന്നു. എനിക്ക് എന്റെ ഭാര്യ വീട്ടുകാരുടെ മുഖത്തേക്ക് നോക്കാം. ഞാൻ സമ്മതിച്ചു, സംപ്രേഷണം ചെയ്യാം, പൈസ വേണ്ട. അങ്ങനെ ഏകദേശം 2001 മുതൽ 2012 വരെ 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ഞാൻ സഞ്ചാരം നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഏഷ്യാനെറ്റ് ഒരു പൈസയും എനിക്ക് തന്നില്ലെങ്കിലും ഏഷ്യാനെറ്റ് എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഞാൻ സഞ്ചാരം ഏതാനും എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഏഷ്യാനെറ്റിൽ നിന്ന് ഈ പറഞ്ഞ സുഹൃത്ത് തന്നെ, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ, പണത്തിന്റെ പ്രശ്നം. എന്റെ അടുത്ത് പറഞ്ഞു, പലരും ഏഷ്യാനെറ്റിൽ വിളിക്കുന്നുണ്ട്, ഇതിന്റെ CD കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ വിളിക്കുന്ന നമ്പറുകൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് ഇതിന്റെ CD കുറച്ചൊന്ന് പ്രിന്റ് എടുത്തുകൊള്ളു. ഞാനത് വലിയ കാര്യമാക്കിയില്ല ആദ്യം. ഇനി അതിനും കൂടിയുള്ള പണം മുടക്കാൻ നമ്മുടെ കയ്യിലില്ല. വീണ്ടും ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഏഷ്യാനെറ്റിൽ നിന്ന് പലരും വിളിക്കാൻ തുടങ്ങി, അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഉൾപ്പെടെ. ഇവിടെ പലരും ഇങ്ങനെ വിളിക്കുന്നു, സഞ്ചാരം എന്ന് പറഞ്ഞ പരിപാടിയുടെ CD കിട്ടുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ എനിക്കൊരു തോന്നല്, ഇത് CD ആക്കിയാലോ. അങ്ങനെ ഞാനും എഡിറ്റ് ചെയ്യുന്ന എന്റെ സുഹൃത്തും കൂടെ ചേർന്ന് ഞങ്ങളുടെ ഹോം കമ്പ്യൂട്ടറിൽ റൈറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഈ CD വിൽപ്പന ആരംഭിച്ചു. ഇത് അധികം വിൽക്കില്ല എന്ന് അന്ന് തോന്നിയിരുന്നത് കൊണ്ട് ഏതാണ്ട് ഒരു വൈരാഗ്യ ബുദ്ധിയോടെ അതിന് ഞാൻ ഒരു സെറ്റിന് 3500 രൂപയും വിലയിട്ടു. അക്കാലത്ത് ആരും വിടാത്ത വില. പക്ഷേ ഈ 3500 രൂപയ്ക്ക് നാട്ടുകാർ വാങ്ങാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്താലും അതിനെതിരായിരിക്കും നാട്ടിൽ നടക്കുക എന്ന് അതോടെ എനിക്ക് മനസ്സിലായി. സഞ്ചാരം അങ്ങനെ 12 വർഷം 100 കണക്കിന് സെറ്റ് CD വിറ്റു. ക്രമേണ ഒരു ടെലിവിഷൻ ചാനൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് ബോധ്യമായി. സഞ്ചാരം പോലൊരു പരിപാടി ആഴ്ചയിൽ ഒന്നേ നിർമ്മിക്കുന്നുള്ളൂ എങ്കിലും ആഴ്ചയിൽ എല്ലാ ദിവസവും എങ്ങനെ നിർമ്മിക്കാൻ കഴിയും എന്നെനിക്ക് വ്യക്തമായി. അതിനുള്ളൊരു ടീമിനെ ഞാൻ രൂപീകരിച്ചു. അതിനുവേണ്ട ടെക്നോളജി ഞാൻ ആർജിച്ചു. അപ്പോഴേക്കും സാങ്കേതിക വിദ്യകൾ ആകെ മാറിയിരുന്നു. ഒന്നെനിക്ക് മനസ്സിലായി, ഏഷ്യാനെറ്റോ ദൂരദർശനോ മറ്റു ചാനലുകളോ ഒക്കെ ആരംഭിച്ച കാലത്തെ എക്യുപ്മെന്റ്സോ അത്രയേറെ മാൻപവറോ അത്രയേറെ സന്നാഹങ്ങളോ ഒന്നുമില്ലാതെ ഇന്നത്തെ കാലത്ത് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ ഒരു ചാനലിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ വീണ്ടും ഒരു മണ്ടൻ തീരുമാനത്തിലേക്ക് എടുത്തു ചാടിയത്. സഞ്ചാരത്തെ ഒരു ടെലിവിഷൻ ചാനലാക്കി മാറ്റുക. സഫാരി എന്നൊരു ചാനല് ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അതിനും നിരന്തരമായ പ്രവർത്തനങ്ങൾ ആവശ്യമായിരുന്നു. ഇന്നും നിങ്ങൾ ആ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ തുടർച്ച അതിലുമുണ്ട്. ഒരൊറ്റ രൂപയുടെ പോലും പരസ്യമില്ലാതെ 5ാമത്തെ വർഷം പ്രവർത്തിക്കുന്ന കേരളത്തിലെ എന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ഇന്ത്യയിലെയോ ലോകത്തിലെ തന്നെയോ അപൂർവമായ ചാനലുകളിലുണ്ടായിരിക്കും. പരസ്യമില്ലാതെ ടെലിവിഷൻ ചാനൽ പ്രവർത്തിക്കുകയോ ആളുകൾ നെറ്റിച്ചുളിക്കും. ഒരാള് എനിക്ക് പൈസ വേണ്ട എന്ന് വാശിയോടെ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് സഫാരിയും സഞ്ചാരം. പൈസയോട് പുതിയ സംരംഭകരാണെങ്കിൽ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, പണമാവരുത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ആ സ്വപ്നമാണ് നിങ്ങളെ നയിക്കുന്ന ശക്തിയെങ്കിൽ, പണം നിങ്ങൾക്ക് വേണ്ട എന്ന് തന്നെ പണത്തോട് വൈരാഗ്യ ബുദ്ധിയോടെ നിങ്ങൾ ബിഹേവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളൊരു വിജയമാകും. നിങ്ങളെ ഓടിച്ച് പുറകെ നടന്ന ആളുകൾ പണം തരുന്ന ഒരു സ്ഥിതിയിലെത്തും. പണത്തെ വെറുക്കാൻ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ വിജയമായി മാറും എന്ന് എനിക്ക് മനസ്സിലായി. പണത്തെ അകറ്റി നിർത്താൻ ശ്രമിക്കുക. പണമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ ഉറച്ചു ചിന്തിക്കുക, ഉറപ്പിച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പാഷൻ, അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതിനെ വിടാതെ മുറുകെ പിടിക്കുക. പണം നിങ്ങളെ തേടി വരുമെന്നുള്ള സംശയമില്ല. പണം തേടി വരുന്നതല്ലത്, സമൂഹത്തിന്, നിങ്ങളുടെ ഉപഭോക്താവിന് നിങ്ങളെ ആവശ്യമായി വരും. അവരുടെ ആവശ്യബോധം നിങ്ങളെ നയിച്ചുകൊണ്ടേയിരിക്കും. എനിക്കറിയില്ല ഇന്നും എങ്ങനെയാണ്
ഈ 5-ാമത്തെ വർഷവും 1 രൂപയുടെ പോലും വരുമാനമില്ലാതെ, 1 രൂപയുടെ പോലും പരസ്യമില്ലാതെ സഫാരി ചാനൽ ഒരു തടസ്സവുമില്ലാതെ പോകുന്നത് എങ്ങനെയെന്ന്. ഞാൻ ഇങ്ങോട്ട് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് സംപ്രേഷണം ചെയ്യേണ്ട എല്ലാ പരിപാടിയും